സാറിന് ഇപ്പൊ തോന്നിയ സംശയം അന്നും ചിലർക്ക് തോന്നിയിരുന്നു. സമ്പന്നന് നാട്ടിലെ പ്രമാണിമായ മാണിക്കുഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ കൊല്ലപ്പെട്ടതായി വാർത്ത വരുന്നു. ആ മനുഷ്യനോട് എനിക്ക് വിരോധമുണ്ടെന്നുള്ളത് രഹസ്യമല്ല. ന്യായമായും സംശയം എന്നിലേക്കും തിരിയും. അന്നതുണ്ടായി. അടുത്ത ദിവസത്തെ പേപ്പറുകളിൽ ആ സംശയം ന്യൂസായി വന്നു. അന്നെന്തോ തോന്നി ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചതാ. അന്ന് ക്രൈംബ്രാഞ്ചോ CBIയോ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോടൊന്നും ചോദിച്ചില്ലേ? അന്ന് ക്രൈംബ്രാഞ്ച് നേരിട്ട് ചോദിക്കാതെ നാട്ടുകാരോട് എന്നെ കുറിച്ച് ചോദിച്ചായി പലരും പറഞ്ഞു. തുടർന്ന് കള്ളനെ കെട്ടിയതുകൊണ്ടാവാം. പിന്നെ ആരെയും കണ്ടില്ല. അന്ന് പേപ്പറിൽ വന്ന ന്യൂസിനും സാർ ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾക്കും എനിക്കൊരു ഉത്തരവുള്ളൂ. നാദാമംഗലം പൗരമുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന കൂട്ടയോട്ടത്തിലേക്ക് എല്ലാവരെയും ഞാൻ വിനീതമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൈയടിക്ക് നന്ദി. സ്നേഹമുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഈ കൂട്ടയോട്ടത്തിൽ ഒന്നാമനില്ല, രണ്ടാമനില്ല, ഒടുവിലെത്തുന്നവനില്ല. പങ്കെടുക്കുന്ന എല്ലാവരും വിജയികൾ, എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ. സുഹൃത്തുക്കളെ, കൂട്ടയോട്ടം ആരംഭിക്കാൻ പോവുകയാണ്. ഗെറ്റ് റെഡി. 1 2 3 4 സ്റ്റാർട്ട്. കൈയടിക്കൂ. അതാ ടൈലർ മണി. നാദാമംഗലം പൗരമുന്നണിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ടൈലർ മണിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കൂട്ടയോട്ട മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൈയടിച്ച് ഈ കൂട്ടയോട്ട മത്സരത്തെ ടൈലർ മണി. നമസ്കാരം സാർ. പൗരമുന്നണിയൊക്കെ ഇപ്പോഴുണ്ടോ? ഉണ്ട് സാർ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഓണാഘോഷവും കൂട്ടയോട്ടവും ഒക്കെ. അതെ, മണിയോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഒന്ന് അകത്തോട്ട് കയറാം. ശരി സാർ. സാറിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. എന്താ സാർ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? മണി ഫ്രീ ആണോ? ഈ കൂട്ടയോട്ടം കഴിഞ്ഞാൽ ഒരു 7 മണിയോടെ ഞാൻ ഫ്രീ ആവും. സാർ എവിടെയാ ഉള്ളതെന്ന് വെച്ചാൽ ഞാൻ വന്ന് കണ്ടോളാം. അത് വേണ്ട, മണി എവിടെ ഉണ്ടാവും പറഞ്ഞാൽ മതി, ഞങ്ങൾ വന്ന് കണ്ടോളാം. പഴയ കടയുടെ അല്പം മാറി ഒരു ഷോറൂം. അറിയാം, ഞാൻ അവിടെ പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് മണിയുടെ തുടക്കം. ടൈലറിംഗ് ഷോപ്പായിരുന്നു, പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പാക്കി മാറ്റിയെന്ന് മാത്രം. ഇപ്പൊ ടൈലറിംഗ് ഇല്ലേ? ഉണ്ട് സാർ. ടെക്സ്റ്റൈൽസിന്റെ ബാക്കിലുള്ള കെട്ടിടത്തിലോട്ട് മാറ്റിയിരിക്കുക. അപ്പൊ ശരി, കൂട്ടയോട്ടം നടക്കട്ടെ. രാത്രി 10 മണി. സാർ, ഒരു സമ്മാനദാനം നടത്താൻ സമയം ഉണ്ടാവും. അതൊക്കെ മണിയും കൊടുത്താൽ മതി. ആ ഗണേഷ്. ആ ഓക്കെ. നിങ്ങളും മാണിക്കുഞ്ഞ് തമ്മിൽ പള്ളിയിൽ വെച്ച് വഴക്കുണ്ടായി. അതിനുശേഷം നിങ്ങളെ അയാളൊരു കള്ളക്കേസിൽ കുടുക്കി. ഓ സാർ, പോലീസുകാർ എന്നെ തല്ലി ചതച്ചു. അപ്പോ ന്യായമായിട്ടും നിങ്ങൾക്ക് അയാളോട് വൈരാഗ്യം ഉണ്ടായി? ഉണ്ടായിരുന്നു സാർ. തന്നോട് കടുത്ത വിരോധമുള്ള ഒരാൾക്ക് മാണിക്കുഞ്ഞ് ഇതുപോലുള്ള ചെക്ക്, അതും ബ്ലാങ്ക് ചെക്ക്, ഇനി ഏത് രീതിയിലായാലും കൊടുക്കൂ? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതാ ചോദിക്കുന്നത്. ഇതൊരു കുറ്റബോധത്തിൽ നിന്നുണ്ടായ പരിഹാരമാണ് സാർ. അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ ഒരു ആക്സിഡന്റിൽപ്പെട്ട്, ഒരുപക്ഷെ അതെന്റെ അമ്മയുടെ ശാപമാണെന്ന് തോന്നലിന്റെ പ്രായച്ചിത്തമായിരിക്കാം. ഒരിക്കലും ഒരു അവകാശവും പറഞ്ഞ് ഞാൻ അവിടെ പോയിട്ടില്ല. അദ്ദേഹം ആളെ വിട്ട് പല പ്രാവശ്യം നിർബന്ധിച്ചുകൊണ്ടാ ഞാൻ അന്ന് പോയത് തന്നെ. സംഭവിച്ചതെല്ലാം മറക്കണം, പൊറുക്കണം. ഞാൻ ഇവിടെയുള്ളതെല്ലാം വിറ്റുപിറക്കി ഊട്ടിയിലോ മറ്റോ സെറ്റിൽ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരു കടമ തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടാ ഇഷ്ടമുള്ള തുക എഴുതിയെടുത്തോളാൻ പറഞ്ഞ് ഈ ബ്ലാങ്ക് ചെക്ക് എന്നെ ഏൽപ്പിച്ചത്. എന്നിട്ടെന്താ പിന്നെ ഈ ചെക്ക് ഉപയോഗിക്കായിരുന്നത്? നിർബന്ധിച്ചതുകൊണ്ടാ ഞാനത് വാങ്ങിയത്. പിന്നെ എന്തോ ഒരു അഭിമാനക്കുറവ് തോന്നി വേണ്ടാന്ന് വെച്ചു. മോനിച്ചന്റെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു. ഒരു കുഞ്ഞുണ്ട്. പക്ഷേ അവരിപ്പോൾ അവരുടെ വീട്ടിലാ. എന്താ അപ്പോഴേക്കും ഡൈവേഴ്സ് ആയോ? അതല്ല സാർ, ഒരാഴ്ച നിൽക്കാൻ പോയതാ. മാണിക്കുഞ്ഞിന്റെ സ്വത്തുക്കൾ മുഴുവൻ വാങ്ങിച്ചത് പാർട്ട്നേഴ്സ് ആണല്ലോ. അതിൽ പലർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. മോനിച്ചനോ? അന്ന് മാണിക്കുഞ്ഞെന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ച ദിവസം ഈ സ്വത്ത് വിൽപ്പനയെ കുറിച്ചുള്ള സംസാരം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. സ്വത്തുക്കൾ മുഴുവൻ വാങ്ങാൻ പാർട്ട്നേഴ്സിന് താല്പര്യമുണ്ട്. പക്ഷേ മാണിക്കുഞ്ഞിന് അവർ പറഞ്ഞ വില തീരെ പോരാ. തുടർന്ന് ഞാനുമായി സംസാരിച്ചപ്പോൾ സ്വത്തുക്കൾ അവർക്ക് വിൽക്കുന്നില്ലെന്നും പറഞ്ഞു. പക്ഷേ ഇപ്പൊ സ്വത്തൊക്കെ അവരുടെ കയ്യിലായി. അന്നത്തെ ചർച്ചയിൽ എല്ലാ പാർട്ട്നേഴ്സും പങ്കെടുത്തിരുന്നു? പാർട്ട്നേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല സാർ. പിന്നെ അവരുടെ മധ്യസ്ഥനായി ബാഹുലേന ഉണ്ടായിരുന്നത്. ആരായി ബാഹുലേൻ? ബാഹുലേന അവരുടെ
ശരി സർ. ശരി. ധാരാളം സ്വത്തുക്കളുള്ള മാണിക്കുഞ്ഞ്, അനുഭവിക്കാൻ ആകെ ബാക്കി വിധവയായ ഒരു മരുമകൾ മാത്രം. പിന്നെയുള്ളതാ ഇല്ലീഗലാണെങ്കിലും സ്വന്തം രക്തത്തിൽ പറഞ്ഞ ഈ മകൻ. ബ്ലാങ്ക് ചെക്കിന് പകരം എന്തെങ്കിലും സ്വത്ത് എഴുതി വെച്ചുകൂടായിരുന്നോ? അതിപ്പോ സ്വത്താവുമ്പം മകൻ സ്വീകരിച്ചെങ്കിലോ? ചെക്കായതുകൊണ്ടല്ലേ അഭിമാനക്കുറവുണ്ടായത്. അച്ഛൻ ചെക്ക് വെച്ചതാണോ മകൻ അച്ഛനിട്ട് ചെക്ക് വെച്ചതാണോ ആർക്കറിയാം സാർ. മാണിക്കുഞ്ഞിന്റെ പാർട്ട്നേഴ്സിനെ കുറിച്ച് അടിയോടിയും മോനിച്ചനും പറഞ്ഞ സംശയങ്ങൾ ഞങ്ങളിൽ ചിലർക്കും ഉണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ പൗരമുന്നണി ഉണ്ടാവാനുള്ള പ്രധാന കാരണം. മാണിക്കുഞ്ഞിനെ മണിക്ക് നേരത്തെ പരിചയമുണ്ടോ? പരിചയം ഉണ്ടോന്നോ? നന്നായിട്ട് അറിയാം സാറേ. വെറും ടൈലർ ആയിരുന്ന ഈ മണി ഇന്ന് ആരെങ്കിലും ഒക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് മാണിക്കുഞ്ഞ് സാറിന്റെ ആത്മാർത്ഥമായ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു ബാഹുലേൻ അറിയോ? സാർ ഉദ്ദേശിക്കുന്നത് സബ് രജിസ്ട്രാർ ബാഹുലേനല്ലേ? ആ, ഈ മാണിക്കുഞ്ഞ് സാറിന്റെ പാർട്ട്നേഴ്സായ വർക്കിയുടെയും ഔസേപ്പച്ചന്റെയും സെറ്റിപ്പെട്ട ആള്. അതെ. ഈ സ്വത്തുക്കളുടെ കാര്യത്തിൽ സംശയമുണ്ടാകാൻ തന്നെ കാരണം ആ സബ് രജിസ്ട്രാർ ബാഹുലേനാണ്. അപ്പോൾ ആളത്ര യോഗ്യനല്ല. മണിക്ക് ഇപ്പോഴും അവരെയൊക്കെ സംശയമുണ്ടോ? എല്ലാം കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ, ഇനി സംശയം ഉണ്ടായിട്ട് എന്ത് കാര്യം സാർ? ഈ ഡോക്ടർ വിജയലക്ഷ്മി അറിയോ? പോലീസ് സർജൻ, അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത. കേട്ടിട്ടുണ്ട്. അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത സമയത്ത് കണ്ടു എന്നല്ലാതെ അവരുമായിട്ട് നേരിട്ട് പരിചയമില്ല. മോനിച്ചനെയോ? അറിയാം. ആ ഒരു കാര്യത്തിൽ എനിക്ക് മാണിക്കുഞ്ഞ് സാറുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ ശരി മണി. അടിച്ചു കിട്ടിയോ? കിട്ടി സാർ. ഒരു മിനിറ്റ്. ഇവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്ത് ഞാനൊരു ചെറിയ കട കൂടി തുടങ്ങുന്നുണ്ട്. അതിന്റെ ഇൻവിറ്റേഷനാ. ഐശ്വര്യമായിട്ട് സാറിന് എന്നെ ആദ്യം ഇരിക്കട്ടെ. കവറില്ല, ക്ഷമിക്കണം. സാർ വന്ന് അനുഗ്രഹിക്കണേ സാർ. അനുഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷെ വരുന്ന കാര്യം സംശയം. ഞങ്ങൾക്ക് പല പരിമിതികളുണ്ട് മണി. വരട്ടെ. നമസ്കാരം സാർ. സാറിന് വീണ്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയില്ലേ? ടൈലറിംഗ് ഷോപ്പൊക്കെ മാറ്റി ഷോറൂം ആക്കാൻ പോകുന്നല്ലേ? അതെ സാർ. അതിരിക്കട്ടെ, ആ പട്ടൻ എന്തിനാ ഇപ്പൊ തന്നെ കാണാൻ വന്നത്? അന്ന് സാറും ക്രൈംബ്രാഞ്ചും CBI ഒക്കെ ചോദിച്ച ചോദ്യം അവർ വീണ്ടും എന്നോട് ചോദിച്ചു. എന്താണ് പൗരമുന്നണി ഉണ്ടാക്കാൻ കാരണമെന്ന്. അന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞ അതേ മറുപടി തന്നെ ഞാൻ ഇപ്പോഴും പറഞ്ഞു. ആ കേസ് ഇനി എന്തന്വേഷിക്കാൻ ചോദിച്ചില്ലേ താൻ? CBI അല്ലേ? ഞാൻ ചോദിച്ച എന്തെങ്കിലും വിട്ടു പറയോ? അവരെന്തെങ്കിലും അന്വേഷിക്കട്ടെ എന്ന്. അതുപോട്ടെ, സാറിന് എന്താ ഒരു ടെൻഷൻ പോലെ? ഇതുവരെയുള്ള നമ്മുടെ അന്വേഷണത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒറ്റയ്ക്കോ കൂട്ടമായോ ആരെയൊക്കെ സംശയിക്കാം? മാളിയേക്കൽ ഔസേപ്പച്ചൻ, കോളാടി വർക്കി, DYSP സത്യദാസ്, ബാഹുലയൻ, വേണമെങ്കിൽ മോനിച്ചൻ, പിന്നെ അടിയോടിയും. അത് ഇത്തിരി കൂടുതലായി പോയി. കൂടുതലൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സംശയിക്കാം. പിന്നെ ആരുമില്ല സാർ. വീണ്ടും പ്രധാനപ്പെട്ട ഒരാളെ വിട്ടു. ഡോക്ടർ വിജയലക്ഷ്മി, ഫോറൻസിക് സർജൻ. യെസ്, മറവി ഈ പണിക്ക് പറ്റിയതല്ല മോനെ. മരിക്കുന്നതിന് മുമ്പ് മാണിക്കുഞ്ഞ് പാർട്ട്നേഴ്സുമായി നടത്തിയെന്ന് പറയുന്ന ഇടപാടുകൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കണം. നമ്മുടെ അമ്പിസ്വാമിക്ക് നാദാമംഗലം രജിസ്ട്രാർ ഓഫീസിൽ പരിചയക്കാരുണ്ടാവും. ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം. കറക്റ്റ് ചെയ്യാം സാർ. നമുക്ക് മിസ്റ്റർ നായരെ ഒന്ന് വിളിക്കണം. ഇതുവരെ ഉണ്ടായ ഡെവലപ്മെന്റ്സ് അദ്ദേഹത്തെ ഒന്ന് അറിയിക്കണ്ടേ? സാർ. എക്സ്ക്യൂസ് മീ, ദയവേത് സാറിന്റെ മുമ്പിൽ വെച്ച് ഇനി ഇതുപോലെ പറയരുത്. അതിന് ഞാൻ നുണയൊന്നും പറഞ്ഞില്ലല്ലോ. സത്യവും പറയരുത്. എന്റെ കോൺഫിഡൻസ് ആകെ പോവും. ശരി, പറയില്ല. താങ്ക് യു. എന്നാലും ഇങ്ങനെ മറക്കാൻ പാടില്ലല്ലോ. എനിക്ക് ഇവിടെ വരുമ്പോ മാത്രമായി മറവി. മറവി മാത്രല്ല, ഈ വിറയലും വിയർക്കലും ഒക്കെ ഇവിടെ വരുമ്പോ മാത്ര. നിങ്ങളാ കാരണം. സോറി, എനിക്ക് പേരറിയില്ല. ഇതുവരെയായിട്ടും അറിയില്ല? ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. എന്റെ പേര് രചന. ഇനി ഞാൻ മറക്ക മാട്ടേ. ഗംഗയുടെ കരയിൽ ഇയാളുടെ പേരെന്താ പറഞ്ഞത്?
വെണ്ടർ കൃഷ്ണൻ. വെറും വെണ്ടർ അല്ല, ചെറുശ്ശേരി വെണ്ടർ കൃഷ്ണൻ. ആ, ഇവൻ അറിയാത്ത ഒറ്റ രജിസ്റ്റർ ഓഫീസും കേരളത്തിലുണ്ടാവില്ല. അതെ. വെണ്ടർമാരുടെ അസോസിയേഷൻ മെമ്പറാണ്. അയ്യോ, വെറും മെമ്പർ അല്ല, സെക്രട്ടറി. ആ, മിസ്റ്റർ വെണ്ടയ്ക്ക കൃഷ്ണൻ. വെണ്ടയ്ക്ക അല്ല, വെണ്ടർ കൃഷ്ണൻ. സോറി, വെണ്ടർ കൃഷ്ണൻ. നാദാമംഗലം രജിസ്റ്റർ ഓഫീസിലൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ. അവസാനം നമ്മൾ ചെല്ലുമ്പോൾ കൈമലർത്തുവോ? നോ, ഒക്കെ റെഡി. ഹലോ, അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി. നമ്മൾ ചെല്ലുമ്പോ ലത്തീഫ് ചോദിച്ച കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. ഒരു ദിവസം എത്ര ലക്ഷം കൈക്കൂലി മറിയുന്ന സ്ഥലമാണെന്നറിയൂ. വാങ്ങിയാലും കൊടുക്കണം, വിറ്റാലും കൊടുക്കണം, എല്ലാം കള്ളന്മാരാക്കും. ആക്കും, ആമാ, ആ ഇല്ലെങ്കിൽ ആക്കും. ആഹാ, ഇവിടെ എത്തിയല്ലേ. അകത്തുള്ള പലർക്കും നമ്മുടെ തൊഴിൽ തന്നെയാ മോഷണം. ഒരു കരാറുണ്ടാക്കിയാൽ നമ്മുടെ ജോലി അവര് തന്നെ ചെയ്തു തരും. വാങ്ങട്ടെ, ഉത്തരപത്രം വാങ്ങട്ടെ. ഇന്നെന്റെ ആശാനില്ലേ, അന്നൊപ്പുണ്ടായ ആളെ, മൂപ്പര് വേറെ റൂട്ടിലായിരിക്കും അല്ലേ. നമ്മുടെ കുങ്കുമക്കുറിയൻ. ആരാ ഇത്? ഞങ്ങളും പഴയ സെറ്റപ്പാ. എനിക്ക് എല്ലാം അറിയാം കേട്ടോ. നിങ്ങളെ കണ്ട കള്ളനെന്ന് തോന്നുകയില്ല. ഇവനെ കണ്ടറിയാം, അപ്രന്റീസ് കള്ളൻ. അതെ, 3 പേരും കൂടി റൈസ് ഓഫീസ് അടിച്ച് മാറ്റുമോ? ഒരു മിനിറ്റ്, എന്താ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ. എന്താ ഡൗട്ട്? പറയൂ, കേക്കട്ടെ. പറയാം. മോഷണത്തെ കുറിച്ചാണെങ്കിൽ ഞാൻ എന്ത് സംശയം ചോദിച്ചാലും പറഞ്ഞുതരാം കേട്ടോ. കുറെ നാളായിട്ട് വിചാരിക്കുന്നു ഈ ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യണം. അത് ശരി. ബാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എന്തോന്ന് സ്വന്തം കാര്യം നോക്കി ജീവിക്കണം. വെരി ഗുഡ്. ഇതാ ലത്തീഫ് സാർ, LD ക്ലർക്കാ. ഇത് ചാക്കോ സാർ. മനസ്സിലായി. നമുക്ക് അകത്തോട്ടിരിക്കാം. ചെല്ലാട്ടെ. തടിച്ചു ഉയരാതെ പമ്പർ 1, തെറിച്ചു പല്ല് 2. നാളെ നാളെ നാളെ. ഈശോ. പല സർവേ നമ്പറുകളിലായി കെട്ടിടങ്ങൾ, തെങ്ങിൻ തോപ്പുകൾ, വെറും ഭൂമി, ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം ഉൾപ്പെടെ 9 ഡീൽ മാണിക്കുഞ്ഞ് പാർട്ട്നേഴ്സിന്റെ പേരിൽ കച്ചവടം ചെയ്തിട്ടുണ്ട്. ഈ ആധാരമൊക്കെ ക്രമത്തിലാണോ നടന്നിരിക്കുന്നത്? സ്റ്റാമ്പ് ഡ്യൂട്ടി ലാഭിക്കാനായിട്ട് വില കുറച്ച് കാണിച്ചതൊഴിച്ചാൽ എല്ലാം ക്രമത്തിലാണ്. ഇനി അതിനൊക്കെ അപ്പുറം എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കേ കഴിയും. നടന്ന പ്രമാണങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കച്ചവടത്തിലൊക്കെ ഇൻഡയറക്ട്ലി പാർട്ട്ണറാണ് ബാഹുലേൻ. ഉദാഹരണത്തിന് അതിൽ ഐറ്റം നമ്പർ 5 സൂര്യ ഷോപ്പിംഗ് കോംപ്ലക്സ്. ഉദ്ദേശം 3-3.5 കോടി രൂപ വിലമതിക്കുന്ന പ്രമാണത്തിൽ കാണിച്ചിരിക്കുന്ന വില വെറും 1 കോടി. വാങ്ങിയ ഉടൻ മറിച്ചു വിറ്റിട്ടുണ്ട് 1,05,00,000. വാങ്ങിയത് ബാഹുലേന്റെ ബിനാമി, അയാളുടെ അനിയത്തി സത്യഭാമയുടെയും ഭർത്താവ് ശാർങ്കധരന്റെയും പേരിൽ. അന്ന് അതിനെ ചൊല്ലൊരു വിജിലൻസ് കേസ് ഉണ്ടായി. അതൊക്കെ ഏത് ചവറ്റുകെട്ടേ പോയെന്നുള്ളത് കർത്താവിന് പോലും അറിയില്ല. അയാൾ പഠിച്ച കള്ളനാണ് സാർ. കക്കാനും അറിയാം, നിൽക്കാനും അറിയാം. എവിടോ താൻ പറഞ്ഞ മേമനാമ്പൂരി കാണുന്നില്ലല്ലോ. എത്തും സാർ, ഉടനെ എത്തും. എന്താ കൺസ്ട്രക്ഷൻ. ഇത് ശാർങ്കധരൻ മുതലാളി, കോംപ്ലക്സിന്റെ ഉടമസ്ഥനാ. ആരാ? കോംപ്ലക്സിന്റെ ഉടമസ്ഥൻ ശാർങ്കധരൻ മുതലാളി. ഓ, നോം മേമന ഇല്ലെത്തുന്ന കേട്ടിരിക്കും. മേമന മനക്കൽ വിഷ്ണു നമ്പൂരിപ്പാട്. ഞാനാ ഫോണിൽ സംസാരിച്ചത്. ഫോണിൽ അല്പം വിശദമായി അങ്ങോട്ട് സംസാരിക്കാൻ കിടക്കണേ ഉള്ളൂ. അല്ല, കച്ചവടമാവുമ്പോ അല്പമല്ല, വിശദമായിട്ട് തന്നെ സംസാരിക്കണല്ലോ. ഈ കെട്ടിടത്തിന്റെ കന്നിമൂല എവിടെയാ? അയ്യേ, കന്നിമൂല. കന്നമൂല എന്ന് കേട്ടിട്ടുണ്ട്, അതങ്ങ് തിരുവനന്തപുരത്തില്ലേ? കന്നിമൂല നിശ്ചയില്ല. ശപ്പൻ ആരയാള്? എന്തുവാടേ? വേണ്ട, കിഴക്ക് ദിക്ക് നിശ്ചയുണ്ടോ? കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന സ്ഥലം നിശ്ചയുണ്ടോ? നിശ്ചയില്ല. കിഴക്ക്. തിരുമേനി, കോംപ്ലക്സിന്റെ അകമൊക്കെ കാണാം. കാണലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഉമാദത്തൻ നമ്പൂതിരി മേമന എന്റെ മകൻ. അവൻ ഗൾഫിൽ അറബികളോടൊപ്പം ചേർന്ന് കടലിൽ നിന്നും പെട്രോളും മണ്ണെണ്ണയും ഊറ്റണു. ആ സൂത്രം ഒരു 3-4 ഉണ്ട്. എന്താ അതിന്റെ പേര്? റിങ്ങോ എന്താന്ന് വെച്ചാൽ അത്.
കിട്ടണ കാശ് മുഴുവൻ വെള്ളത്തിൽ അങ്ങോട്ട് ഒഴുക്കാതെ അല്ല മുടക്കാതെ കുറച്ച് കരയിലും കൂടി മുടക്കാൻ നോം അവനോട് പറഞ്ഞു. എന്നാ പിന്നെ എല്ലാം അച്ഛന്റെ ഇഷ്ടവും അവനും പറഞ്ഞു. അപ്പോഴാ ഈ കോംപ്ലക്സ് വിൽപ്പനയ്ക്ക് ഉണ്ടെന്ന് ഏതോ ഒരു കൊശവൻ പറഞ്ഞത്. ആ കൊശവൻ ഞാൻ തന്നെയാ. ഓ അസലായി. ഏതായാലും ആ തീരുമാനം വളരെ നന്നായി. ഏത് തീരുമാനം മനസ്സിലായില്ല? കോംപ്ലക്സ് വാങ്ങാനുള്ള തീരുമാനം. അതിന് വാങ്ങാന്നോ തീരുമാനിച്ചില്ലല്ലോ ശപ്പൻ. എന്ത് മാസ വരുമാനം ഉണ്ട് കോംപ്ലക്സിൽ നിന്ന്? 3-3.5 ലക്ഷം രൂപ വാടക പിരിവ് ഒരു മാസം. കിട്ടാക്കുറ്റികൾ എത്രയുണ്ട് നോമത് ആദ്യം കേക്കട്ടെ. അതിപ്പോ ഒരു 5-6 പേരുണ്ട്. പക്ഷെ തീർന്നു അതൊക്കെ സെറ്റിൽ ചെയ്യും. ഇങ്ങനെ തിന്നണ വാഗോണ്ട് പറഞ്ഞോണ്ട് കാര്യമില്ല. ഒക്കെ കരാറിൽ എഴുതി ചേർക്കണം. അത് നിർബന്ധ. നിർബന്ധിക്കാം പോരെ നമ്പൂതിരി. തൃപ്തിയായി. വന്നട്ടെ, ഇനി വിലയിലേക്ക് കിടക്കാം. വിലപേശൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഒറ്റ വിലയെ പറയുള്ളൂ. എനിക്കും അതാ ഇഷ്ടം. നിന്റെ ഇഷ്ടം ആരാ നോക്കണേ? കൂഷ്പാണ്ട വിട്ടി ഒഴിയ ബോറൻ. ശാരംഗപാണി വില പറയാ. ശാരംഗവാണി അല്ല, ശാരംഗധരൻ. എന്ത് ധരനായാലും വില പറഞ്ഞല്ലേ ഒക്കൂ. ഓ, അത് പറയാ. മിനിമം 4 കോടി കിട്ടണം. കോടീശ്വരൻ കോടീശ്വരൻ. നമുക്ക് സൂര്യ കോംപ്ലക്സ് മാത്രം മതി. അപ്പുറത്തെ പോസ്റ്റ് ഓഫീസ് ഇപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ വേണ്ട. അയ്യോ, അതൊന്നും എന്റെ അല്ല. വില പറയണത് കേട്ടപ്പോ ദോ അങ്ങനെ ധരിച്ചു. 1,05,00,000 രൂപയ്ക്ക് വാങ്ങിയ കോംപ്ലക്സ് അങ്ങനല്ലേ താൻ പറഞ്ഞത്? 3-4 വർഷത്തിനുള്ളിൽ 4 ഇരട്ടിയോ? എന്താ കഥ? ഇപ്പോഴാണെങ്കിൽ സെന്റ് ഏക്കറും ഒക്കെ അളന്നല്ല തൂക്കിയാ വിൽക്കണേ. അപ്പോഴും സൂര്യ കോംപ്ലക്സിന് 4 കോടി റുപ്യ. ശിവ ശിവ. 1 കോടിയൊക്കെ പ്രമാണത്തിൽ കാണുന്ന വിലയല്ലേ? ബാക്കി മുഴുവനും കൊടുത്ത് നമ്പർ 2 ആയിട്ട്. എന്താ പറഞ്ഞ നോ കേട്ടില്ല. 1,05,00,000 രൂപയെ ഞാൻ പ്രമാണത്തിൽ എഴുതിച്ചുള്ളൂ. ബാക്കി മുഴുവനും ബ്ലാക്കാ. ബ്ലാക്കിലും കൊടുത്തു? അതെത്രയാ? 2,75,00,000 രൂപ. എന്തിനാ അങ്ങനെ കൊടുത്തത്? എനിക്ക് തോന്നി ഞാൻ കൊടുത്തു. എന്നാ നമുക്ക് തോന്നിയ വില നോമും പറയും. താൻ കൊടുത്ത പ്രമാണ വിലയിൽ നിന്നും 1 റുപ്യ കൂടുതൽ തരും. 1,05,01,000 രൂപ. 1,05,100 നയാ പൈസ. അത്രേ ഉള്ളൂ. അപ്പൊ ബ്ലാക്കോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാം കൂടി ചേർത്ത് അത്രേ തരുള്ളൂ. ഇയാളെ കണ്ടപ്പോഴേ തോന്നി നടക്കാൻ പോകുന്ന കാര്യമില്ലെന്ന്. എന്നാൽ അത് നടത്തിയിട്ടേ നോവിടുന്ന് പോകൂ. 1,05,1,00,000 രൂപ തരുമ്പോൾ താൻ ഈ വസ്തു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പേർക്ക് തീരെഴുതും. മനസ്സിലാവണുണ്ടോ മിസ്റ്റർ ശാരംഗധരൻ? ഇനി 2 ഓപ്ഷനേ നിങ്ങളുടെ മുന്നിലുള്ളൂ. ഒന്നുകിൽ പറഞ്ഞ തുക വാങ്ങി ഇൻകം ടാക്സിന്റെ പേരിൽ പ്രമാണം നടത്തുക, അല്ലെങ്കിൽ 2,75,00,000 രൂപ ബ്ലാക്ക് മണി കള്ളപ്പണം കൊടുത്തതിനുള്ള പിഴയും തടവും അനുഭവിക്കുക. തന്റെ കാര്യം പോട്ടെ, പാവം വേളി ഇവരും അഴി എണ്ണേണ്ടി വരും. കഷ്ടായി. ഞാൻ തന്നെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ബ്ലാക്കിന്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പരമ്പരാഗത വിധി. നോമെന്നിറങ്ങിയപ്പോ താൻ ശ്രദ്ധിച്ചില്ലേ? ഈ തോരണവും ഇതിന്റെ വാലറ്റത്തൊരു യന്ത്രവും. താൻ പറഞ്ഞതെല്ലാം ഇപ്പൊ അവസാനം പറഞ്ഞത് ഉൾപ്പെടെ ഇതിൽ പതിഞ്ഞിട്ടുണ്ട്. കേൾക്ക. 1,05,00,000 രൂപയെ ഞാൻ പ്രമാണത്തിൽ എഴുതിച്ചുള്ളൂ. ബാക്കി മുഴുവനും ബ്ലാക്കാ. ബ്ലാക്കിൽ കൊടുത്തു. അതെത്രയാ? 2,75,00,000 രൂപ. ഇനി പറയാ, പിഴയും തടവും അനുഭവിക്കുന്നോ അതോ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇൻകം ടാക്സിന്റെ പേർക്ക് തീരെഴുതുന്നോ? സത്യത്തിൽ ഞാനും എന്റെ ഭാര്യയും നിരപരാധികളാ. പ്രമാണം ഞങ്ങളുടെ പേരിൽ എഴുതിയെന്നല്ലാതെ പൈസ കൊടുത്തതും വാങ്ങിയതൊക്കെ ഇവളുടെ ചേച്ചിയുടെ ഭർത്താവാ ബാഹുലേൻ. വരുത്തുക ബാഹുലേനെ. മേമന നമ്പൂതിരി ഇൻകം ടാക്സ് ഓഫീസർ എന്റെ ശാരംഗധര ചിരിക്കാതെ പിന്നെ എന്തോ ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ ചെയ്യാവോ? ഞാൻ അവിടെ എത്തുന്നതുവരെ അവനെ വിടരുത്. എന്ത് തന്ത്രം ഉപയോഗിച്ചാണെങ്കിലും പിടിച്ചു നിർത്തണം. അത്രയും മതി. ഞാനിത് എത്തിക്കഴിഞ്ഞു. അങ്ങേരെവിടെ? ഇൻകം ടാക്സ് നോടുണ്ട്. നമസ്കാരം, ഞാൻ എം ബാഹുലേയൻ. വിവരങ്ങളൊക്കെ ഇവര് പറഞ്ഞ് അറിഞ്ഞായിരുന്നു. ദയവ് ചെയ്ത് സാർ ഒരു കാര്യം മനസ്സിലാക്കണം. സംഗതി നടന്നത് നിയമപ്രകാരം തെറ്റാണ്. പക്ഷെ ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ സാർ? ഞാൻ ഇങ്ങോട്ട് വരിക. ഒരു സ്ഥലം അങ്ങോട്ട് ഉറപ്പിക്കുക. ഇനി തുടരുക. ഇക്കാലത്ത് 10-15% സ്റ്റാമ്പ് ഡ്യൂട്ടിയും കൊടുത്ത് ഫുൾ എമൗണ്ടും കാണിച്ച് ഒരു രജിസ്ട്രേഷൻ നടക്കത്തില്ല സാർ. ശരിയല്ലേ? അതെ. ഒരല്പം വിട്ടുവീഴ്ച ഏത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാണ് സാർ. കനിയണം. ഇതുപോലൊക്കെ കെഞ്ചിയരുന്ന് കാല് പിടിക്കുമെന്നാണോ തന്റെ വിചാരം? എടോ, ഈ ബിനാമി ഇടപാട് മാത്രമല്ല, ഇതുപോലെ വേറെ ബിനാമി ഇടപാടുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നു, ഇനി നടത്തുകയും ചെയ്യും. ഇതെല്ലാം ചേർത്ത് തള്ളി അങ്ങോട്ട് തരാം ഇൻകം ടാക്സിന്.
അയ്യോ ദോ, ഈ 1,05,00,000 ട്രാൻസാക്ഷനെ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യുപകാരം തന്നെയാ. അത് തന്നവർക്ക് അതിലും വലുതെന്തോ സാധിച്ചു കൊടുത്തതിന്റെ ഒരു ഉപകാര സ്മരണ. ശരിയായിട്ട് പറഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ ഒരു ഇഷ്ടദാനം തന്നെയാ. ഒറ്റ ചില്ലി ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ ഇത്രയും വലിയ കരാർ ഇഷ്ടദാനമായിട്ട് തന്നാൽ അത് പിന്നീട് സംശയം ഉണ്ടാക്കുള്ളൂ എന്ന് കരുതി കുറച്ച് തുക ഞാൻ സ്റ്റാമ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി ചെലവഴിച്ചു. ചേട്ടാ ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അയാളുടെ പോക്കറ്റിൽ ടാപ്പ് കാർഡുണ്ട്. നീ മിണ്ടാരിയടാ. അത് അറിഞ്ഞോണ്ട് തന്നെ ഞാൻ നിലവിളിക്കുന്നത്. നോമ്പ് അറിഞ്ഞത് മുഴുവൻ ആ യന്ത്രത്തിൽ അങ്ങോട്ട് പതിഞ്ഞിട്ടുണ്ടാവും ഇല്ലേ തിരുമേനി? അങ്ങനെ തെളിവൊക്കെ നോമ്പ് തന്നെ അങ്ങോട്ട് തന്ന സ്ഥിതിക്ക് ഇനി സിവിലായോ ക്രിമിനലായോ കേസെടുക്കാം. അസ്കിതല്ലേച്ചാ അതിനു മുമ്പ് ഒരു ചെറിയ കർമ്മം കൂടി അങ്ങോട്ട് ആവാം. ഗോപി ദേ, ഈ വരുന്ന സാറ് ചോദിക്കുന്ന 4-5 ചോദ്യങ്ങൾക്ക് വളരെ ലൈറ്റായിട്ട് ഉത്തരം കൊടുക്കണം. ചെറുപ്രായത്തിൽ നമ്പൂരി കൗവീനത്തിൽ മുള്ളിട്ടില്ലേ? അതിപ്പോൾ ഇവിടെ വെച്ച അണ്ടർവെയറിൽ ഞാൻ ജയിക്കും. ഗോപി തൊട്ടങ്ങ്. ഇൻകം ടാക്സ് ഏത് ഡിവിഷൻ, ഏത് സർക്കിൾ, ഏത് വാർഡ്, എന്താ അതിന്റെ ഡെസിഗ്നേഷൻ, ആരാ അതിന്റെ സീനിയർ, വേർ ഇസ് യുവർ ഓർഗനൈസേഷൻ, വാട്ട്സ് യുവർ നെയിം? പേര് വേണോ നമ്പൂരി? ഞാൻ കരവന അല്ല മേമന, സെയിൽസ് ടാക്സ് അല്ല ഇൻകം ടാക്സ്. ഈ വാർഡോ ബാഹു പോലീസിനെ വിളിക്ക. സത്യദാസനെ തന്നെ വിളിക്കാം. അവനാകുമ്പോ ഇവനെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ചുടുകാട്ടിലോട്ട് കൊണ്ടുപോയിക്കോളും. ഐ റിപ്പീറ്റ്, വേർ ഇസ് യുവർ ഓർഗനൈസേഷൻ, വാട്ട്സ് യുവർ ഡെസിഗ്നേഷൻ? സത്യദാസേ, എടോ ഞാനാണോ ബാഹുലേൻ? താൻ ഉടനെ ഒന്ന് വരണം. എന്റെ വീട്ടിലേക്കല്ല, എന്റെ കോപ്പറ ശാരംഗധരന്റെ വീട്ടിലേക്ക്. ഞാൻ അവിടെയുണ്ട്. ഒരു കോൾ ഉണ്ടോ? താൻ ഉടനെ വരണം. ഞാൻ പോണു. എന്താണോ? ഞാൻ പോണു. എടോ ഞാനൊന്ന് മാറിയപ്പോ എന്താണോ സംഭവിച്ചത്? സംസാരിക്കാൻ സമയമില്ല ബാഹു, ഞാൻ പോണു. ഞാൻ പോണു. ഗോപി, അയ്യോ ഞാൻ ഒന്നിനുമില്ലേ. ഓടിക്കളിക്കാതെ കാര്യം പറയണോ. ഗോപി ഇനി വരില്ല. എന്താണ് കാര്യം? ഗോപി നമ്മെ ഒരു ഐഡന്റിറ്റി കാർഡ് കാണിച്ചു. ഇൻകം ടാക്സിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഗോപി എന്ന് നമുക്ക് മനസ്സിലായി. പകരം നോമും ഒരു ഐഡന്റിറ്റി കാർഡ് കാണിച്ചു. ഇത് CBI ഐഡന്റിറ്റി കാർഡ്. നോം അതിൽ ഓഫീസർ പേര് വിക്രം. കുട്ടിക്കാലത്ത് ബാഹുലയൻ കൗബീനത്തിൽ മുള്ളിയിട്ടില്ലേ? ഉണ്ടേ. ഇപ്പൊ അണ്ടർവെയറിലും ആകാം. ഒന്നു മാത്രമല്ല, രണ്ടും. അയ്യോ, CBI എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇഡിയറ്റ്സ് എന്നല്ല, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ.